ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് ബെൻസി റവ ഉപ്പുമാവ്. ഇതെന്തുവാണെന്നറിയോ? ഇത് ശരിക്കും നമ്മുടെ ഗോതമ്പില്ലേ അത് ഉണക്കിയ ശേഷം ചെറുതായിട്ടൊന്ന് പൊടിച്ച് ചുട്ടെടുക്കുന്നതായത്. ഇതിൽ ഫൈബർ, വിറ്റമിൻസ്, മിനറൽസ് എന്നിവയുടെ അളവ് ഭയങ്കര കൂടുതലാണ്. നമ്മുടെ സാധാരണ റവയില്ലേ അതിനേക്കാളും ഒരു ഹെൽത്തി ഓപ്ഷനാണ് ഈ ബെൻസി റവ കേട്ടോ. ഞാൻ ഈ കപ്പിന് 2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 കപ്പ് തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ടതൊരു 10 മിനിറ്റ് നമുക്ക് കുതിരാൻ വെക്കാം. ഒന്ന് കുതിരട്ടെ. കണ്ടില്ലേ, നല്ലപോലെ കുതിരാൻ വെച്ചിട്ട് ഒന്ന് അടച്ചവിടെ വെച്ചേക്കാം. അപ്പോഴത്തേക്കും ഇതിലേക്ക് വേണ്ടുന്ന പച്ചക്കറികൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ശരിക്കും ഇതിനകത്ത് നമ്മൾ പച്ചക്കറികൾ ധാരാളം ഇടണം. ക്യാരറ്റ്, ബീൻസ്. അപ്പോൾ ഇതിൽ ആൻറ്റി ഓക്സിഡൻസ് ആയിട്ട് നമുക്ക് ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ. ഇത് ഫാസ്റ്റ് ആൻഡ് ഫില്ലിംഗ് എന്ന് പറയത്തില്ലേ, നമുക്ക് ഉണ്ടാക്കാനും എളുപ്പമാണ്. പക്ഷേ ഉച്ച വരെ നമ്മുടെ വയറ് നല്ല ഫില്ലായിട്ടിരിക്കും. ക്യാരറ്റും ബീൻസും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, 2 മീഡിയം സൈസ് സവാളയും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. വൃത്തിയായിട്ട് കഴുകിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ കുതിരാൻ വെച്ച റവ കണ്ടില്ലേ, നല്ല കുതിർന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഇനിയൊന്നുമില്ല, ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണയൊഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് കൊടുക്കണം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഞാൻ ഇച്ചിരി ഉണക്കമുളകും പിന്നെ അരിഞ്ഞ് വെച്ച ഇഞ്ചിയില്ലേ, ഇഞ്ചിയും പച്ചമുളകും ആ സവാളയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് വഴണ്ട് വരട്ടെ. നല്ലൊന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി അങ്ങ് ഇതാവണ്ട, കണ്ടില്ലേ, ഈ ഒരു കളറ് വരുമ്പോഴത്തേക്കും അരിഞ്ഞ് വെച്ച ക്യാരറ്റും ബീൻസും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് 1 കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ഇട്ട് കൊടുക്കണേ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇച്ചിരി തേങ്ങയും കൂടി ഇട്ട് നമുക്കെല്ലാം കൂടെ ഒന്ന് ചൂട് കയറിയാൽ മതി കേട്ടോ. പച്ചക്കറിയല്ലേ, ഒത്തിരി വേവണ്ട. ഇത്രയും തേങ്ങ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങയും കൂടി ഇട്ട് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റുന്നതേ ഉള്ളേ. എന്നിട്ട് 10 മിനിറ്റ് നമ്മൾ കുതിരാൻ വെച്ചില്ലേ, ആ റവയും കൂടി ഇട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരിച്ചിരി വെള്ളം ഒന്ന് തളിച്ച് കൊടുത്താൽ മതി വെള്ളമേ. എന്നിട്ട് ചെറിയ തീയിലിത് വെച്ചേക്കണം. കണ്ടില്ലേ, ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഈ സ്പൂണിന് തന്നെ 2 സ്പൂൺ വെള്ളമേ ഒഴിക്കുന്നുള്ളേ. ഒഴിച്ചിട്ട് ചെറിയ തീയിലൊരു 10 മിനിറ്റും കൂടെ നമുക്ക് അടച്ചവിടെ വെച്ചാൽ മതി. എളുപ്പമല്ലേ രാവിലെ ഇത് ഉണ്ടാക്കാൻ, രാവിലെയോ ഡിന്നറിനോ ഒക്കെ ചെയ്യാം കേട്ടോ. നല്ലൊരു ഹെൽത്തി വെർഷനായ ഒരു ഉപ്പുമാവ്. ഇത് വെച്ച് നമുക്ക് ദോശ ഉണ്ടാക്കാം, ഇഡലി ഉണ്ടാക്കാം. വെജിറ്റബിൾസ് നല്ലപോലെ ഇട്ട് ഇതുണ്ടാക്കി കഴിച്ചാൽ ശരിക്കും വെയിറ്റ് ലോസിന് നല്ലതാണ്. നമ്മൾ ഓഫീസിൽ പോകുന്നവർക്കും എല്ലാവർക്കും നല്ലതാണ്. പിള്ളേർ അധികം തിന്നത്തില്ലായിരിക്കും, പക്ഷെ നമ്മൾ വലിയവർക്ക് ഇത് ഇഷ്ടമുള്ളവർക്ക്, ഹെൽത്തി വെർഷൻ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കണ്ടില്ലേ, ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് ഞാൻ തട്ടിപ്പൊത്തി അവിടെ അടച്ച് വെച്ചിട്ടുണ്ടേ. അടച്ച് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും കണ്ടില്ലേ, നല്ല ആവിയൊക്കെ ചെറിയ തീയിലിടാവുള്ളേ, വലിയ തീയിലിടല്ലേ. ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വന്ന് കണ്ടില്ലേ, നല്ല വിടർന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയതുകൊണ്ട് ഞാൻ നിങ്ങളോടും കൂടി ഷെയർ ചെയ്യുന്നത്. ഇഷ്ടമുള്ളവരിതെല്ലാം ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇതിൻ്റെ ഗുണങ്ങളും ഞാൻ പറഞ്ഞു തന്നല്ലോ. എല്ലാവരും കഴിച്ചിട്ട് അഭിപ്രായം പറയണേ. താങ്ക് യു. നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.